എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഘോരമായി പെയ്തൊഴിഞ്ഞ കർക്കിടക മഴയ്ക്ക് ശേഷം വീണ്ടും ഒരു ചിങ്ങമാസം വന്നെത്തി. ഇത്തവണ കർക്കിടകത്തിൽ മഴ താണ്ഡവമാടുകയായിരുന്നല്ലോ. ആ ഒരു ദുരിതകാലത്തെയും മഴക്കെടുതിയെയും ഒക്കെ അതിജീവിക്കുവാനുള്ള നമ്മുടെ ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ജീവിതത്തെ സാധാരണ നിലയിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾക്കായി നാം എപ്പോഴും ഭക്തിയുടെയും കർമ്മത്തിൻ്റെയും ഇടകലർത്തിയ ഒരു ജീവിതചര്യയാണല്ലോ പിന്തുടരുക. എല്ലാ ദിവസവും ക്ഷേത്രദർശനം പതിവുണ്ട്. എന്നിരുന്നാലും ഞായറാഴ്ചകളിൽ ഞങ്ങൾ കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതു മടങ്ങാറുണ്ട്. അങ്ങനെ ഇത്തവണ എത്തിയത് ശാസ്താംകോട്ടയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. അങ്ങ് ദൂരെ നിന്ന് തന്നെ വളരെ കമനീയമായി അലങ്കരിച്ചിരിക്കുന്ന ക്ഷേത്ര കവാടം കണ്ടു. ദേവീ ദേവന്മാരുടെയൊക്കെ രൂപങ്ങൾ എത്ര മനോഹരമായാണെന്നോ കുത്തിവെച്ചിരിക്കുന്നത്. ശേഷം വിശാലമായ ക്ഷേത്ര മൈതാനവും കടന്നാൽ നാം നേരെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലേക്കാണ് എത്തുക. ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം നിർമ്മിച്ചത് കായംകുളം രാജാവാണ്. അന്ന് ഇത് കായംകുളം ദേശമായിരുന്നു. ഇന്ന് കൊല്ലത്തെ കുന്നത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. എന്നാൽ കാലങ്ങൾക്ക് മുന്നേ ത്രേതായുഗത്തിൽ ശ്രീരാമദേവൻ വനവാസകാലം കഴിഞ്ഞ് രാവണ നിഗ്രഹവും കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴി സീതാദേവിയും ലക്ഷ്മണനും വാനരസൈന്യവും ഒക്കെയായി ഇവിടെ എത്തിയിരുന്നുവെന്നും കൈലാസ മാനസരോവറിനെ സൂര്യരാഗ തീർത്ഥത്തെ തോൽപ്പിക്കുന്ന ഇവിടുത്തെ ഈ ശാസ്താംകോട്ട കായലിൽ പിതൃബലി തർപ്പണം നടത്തിയിരുന്നുവെന്നുമാണ് ഐതിഹ്യം. അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നീലൻ എന്ന് പറയുന്ന വാനരൻ്റെ പിൻഗാമിയാണ് ഇന്നിവിടെ കാണുന്ന വാനരരെല്ലാം എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ക്ഷേത്രത്തിനുള്ളിലെ മൂലവിഗ്രഹം സ്വയംഭൂവാണ്. ശ്രീകോവിലിനുള്ളിൽ ശിലാപീഠത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മൂലവിഗ്രഹത്തിൽ അഭിഷേകം നടത്തുമ്പോൾ ആ അഭിഷേക ജലം സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ സൈഡിലെ ഓവിലൂടെയല്ല പുറത്തേക്ക് ഒഴുകുന്നത്. ശിലാപീഠത്തിന് താഴേക്കൂടെ ഒഴുകി അത് ശാസ്താംകോട്ട കായലിലേക്കാണ് എത്തിച്ചേരുക. ഇത് പറയുമ്പോൾ ഈ ക്ഷേത്രവും ശാസ്താംകോട്ട കായലും അവിടുത്തെ മത്സ്യങ്ങളും മുതലയും ഈ കാണുന്ന വാനരരും ഒക്കെയായി ഉള്ള ബന്ധത്തെക്കുറിച്ച് കൂടി പറയണ്ടേ. ക്ഷേത്രം കായംകുളം രാജാവാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞല്ലോ. അത് പന്തളം രാജാവിൻ്റെ ആവശ്യപ്രകാരമാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് പന്തളം രാജാവ് കായംകുളത്തു നിന്നൊരു വേലി കഴിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ പത്നിയുമായി സുഖമായി വാണിരുന്ന കാലത്ത് അദ്ദേഹത്തിന് എല്ലാ മാസവും ശബരിമലയിലെ തിങ്കൾ ഭജനത്തിന് പോകാൻ സാധിക്കാതെ വന്നു. പന്തളം രാജാവും ശബരിമലയും തമ്മിലുള്ള ബന്ധം ഏവർക്കും അറിവുള്ളതാണല്ലോ. അങ്ങനെ അവിടെ തിങ്കൾ ഭജനത്തിന് പോകാൻ സാധിക്കാതെ വന്നതിൽ അദ്ദേഹത്തിന് ഭയങ്കര മനക്ലേശമുണ്ടായിരുന്നു. എന്നാൽ പ്രിയ ഭാര്യയെ വിട്ടുപോകാനും ആഗ്രഹിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഒരു മാനസിക വിഭ്രമം പോലെ ഉണ്ടാവുകയും ഇതിനെ ചൊല്ലി കായംകുളം രാജാവ് അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ രാത്രിയിൽ അദ്ദേഹത്തിന് ഭഗവാന്റെ ഒരു സ്വപ്ന ദർശനമുണ്ടാവുകയും ഇനി അങ്ങോട്ടേക്ക് വരണമെന്നില്ല, ഞാൻ ഇവിടെ വന്നോളാം എന്ന് അരുളപ്പാടുണ്ടാവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ കായംകുളം രാജാവ് അവിടെ പതിവുണ്ടായിരുന്ന ആയോധന മത്സരത്തിൽ ഒരു ബ്രാഹ്മണ യുവാവ് അവിടെ എത്തിച്ചേർന്നു. ആ യുവാവ് എല്ലാ മത്സരങ്ങളും ജയിച്ച് കയറി വരികയും അവസാനം താൻ എയ്യുന്ന ശരം ചെന്ന് വീഴുന്ന സ്ഥലത്ത് ആ പ്രദേശം എനിക്ക് പതിച്ചു തരണം എന്നും ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ശരം വളരെ ദൂരെ എവിടെയോ ചെന്ന് പതിക്കുകയും അതെവിടെയാണെന്നറിയാൻ പുറപ്പെട്ട ഭടന്മാരോടൊപ്പം പന്തളം രാജാവും ഒപ്പം ചെന്നു. അങ്ങനെ അവർ പോയി കുറേ ദൂരം അങ്ങനെ അങ്ങ് ചെല്ലുമ്പോൾ ഒരു പൊയ്യയ്ക്ക് സമീപം എത്തി. അവിടെ കുറേയേറെ കാളകൾ ഉണ്ടായിരുന്നു. അതിലൊരു കൂറ്റൻ കാള പന്തളം രാജാവിൻ്റെ നേരെ പാഞ്ഞെടുത്തപ്പോൾ ഈ ബ്രാഹ്മണ കുമാരൻ അതിനെ വധിക്കുകയും ചെയ്തു. ആ പ്രദേശത്തിന് ഇന്നും കാളകുത്തിപ്പൊയ്ക എന്നാണ് പറയുക. വീണ്ടും കുറച്ച് ദൂരം കൂടെ കിഴക്കോട്ട് നടന്ന് ഒരു പാറപ്പുറത്ത് അവർ വിശ്രമിച്ചു. അവിടെ ഭഗവാന്റെ കാൽപാദം പതിയുകയുണ്ടായി. അതിന് തൃപ്പാതി എന്നാണ് പറയുക. ആ ദിവസം അവിടെ വിശ്രമിച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ വീണ്ടും യാത്ര പുറപ്പെട്ട് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോഴാണ് ഈ കായലും അവിടുത്തെ തുരുത്തും. ആ തുരുത്തിലാണ് തൻ്റെ ശരം വീണതെന്ന് ആ കുമാരൻ അറിയിച്ചു. അങ്ങോട്ടേക്ക് പോകാനായി ഒരു പൊങ്ങുതടി ഉപയോഗിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ആ പൊങ്ങുതടിയിൽ ഇവർ രണ്ടുപേരും കൂടി ആ തുരുത്തിലെത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പൊങ്ങുതടി കണ്ടില്ല. അവിടെ പകരം ഒരു മുതലയെയാണ് കണ്ടത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പന്തളം രാജാവ് താൻ ശബരിമലയിൽ നടക്കി വെച്ച പൊൻകിരീടവും മുത്തുമാലയും അവിടെ കണ്ട് ഭഗവത് സാന്നിധ്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെയാണ് എൻ്റെ ആസ്ഥാനം എന്നും ഇപ്പോൾ കൂടെ വന്നവരൊക്കെ മതി, എനിക്ക് ശാന്തിക്കാരായി എന്നും അതുപോലെ തന്നെ ഈ കായലിലെ മത്സ്യങ്ങൾ ശ്രേഷ്ഠകളാണ്, അവർ
ഏട്ടകളെന്ന് കണക്കാക്കപ്പെടണം. അതുപോലെ ഈ മത്സ്യങ്ങളെയും മുതലകളെയും ആരും ഉപദ്രവിക്കാൻ പാടില്ല, ഉപദ്രവിച്ചാൽ തക്ക ശിക്ഷ ലഭിക്കുന്നതാണെന്നും അങ്ങനെ ബ്രാഹ്മണകുമാരന് ഭഗവത് സാന്നിധ്യം പന്തള രാജാവിനുണ്ടായ ആ ദിവസം മേടമാസം 10-ാം തീയതി അന്ന് അവിടെ എത്തുന്ന ആർക്കും ഉദ്ദിഷ്ടകാര്യം സാധിക്കപ്പെടും എന്നും അരുളി ചെയ്ത ശേഷം ആ ബ്രാഹ്മണകുമാരൻ അപ്രത്യക്ഷനായി. വിവരമെല്ലാം കായംകുളം രാജാവിനെ അറിയിച്ചു. അങ്ങനെ കായംകുളം രാജാവാണ് ഈ തുരുത്തിനെ പടിഞ്ഞാറേക്ക് ബന്ധിപ്പിച്ച് ഒരു കൽക്കെട്ട് പണിയുകയുണ്ടായി. അങ്ങനെയാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അന്ന് തൊട്ട് കായലിലെ മത്സ്യങ്ങൾക്കും മുതലയ്ക്കുമൊക്കെ ആഹാരം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് അത് നിർത്തലാക്കി വീണ്ടും പുനരാരംഭിച്ചു. ഇന്നും ഈ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഈ വാനരന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനായി ഒരു വാനര ഭോജനശാല തന്നെയുണ്ട്. അവർക്ക് കൃത്യമായ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഇവരെയും ചുറ്റി ഒരു രസകരമായ കഥയുണ്ട്. പണ്ടിവിടെ ക്ഷേത്രക്കുരങ്ങന്മാരും ചന്തക്കുരങ്ങന്മാരുമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വാനരന്മാരിൽ കുറച്ച് പേരൊരിക്കൽ കുറച്ചടുത്തുള്ള ഒരു മാറൻകുടിയിൽ പോയി മാംസഭക്ഷണം കഴിച്ചു. സാധാരണ ഈ വാനരന്മാർ ഇവിടെ നെയ്തിച്ചോറും ഒക്കെയായിട്ട് സസ്യഭക്ഷണമാണ് കഴിക്കുക. അപ്പോൾ കുറച്ച് പേര് പോയി മാംസഭക്ഷണം കഴിച്ചു. അവർ തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുരങ്ങന്മാർ അവരെ അകത്തേക്ക് കയറ്റിയില്ല. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കരമായ യുദ്ധമുണ്ടായി. പിന്നീട് ഒരിക്കലും ആ കുരങ്ങന്മാർ വന്നിട്ട് അവിടുന്ന് ചന്തയിലേക്കാണ് പോയത്. അവിടെയാണ് അവർ പിന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവർ പിന്നീട് എപ്പോഴും ഇവിടെ വന്നാലും ഇവിടെയുള്ള കുരങ്ങന്മാർ അവരിവിടെ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നതും വളരെ കൗതുകകരമായ ഒരു ചരിത്ര സത്യമാണ്. എല്ലാ വർഷവും കുംഭമാസത്തിൽ ഉത്രം ആറാട്ടായി വരത്തക്ക വിധത്തിൽ 10 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. അതിൽ തന്നെ കെട്ടുകാഴ്ച വളരെ പ്രസിദ്ധമാണ്. ശാസ്താംകോട്ട ആട എത്ര വിശിഷ്ടമാണെന്നോ. ഇതുകൂടാതെ വേറെയും പല ആഘോഷങ്ങളും ഇവിടെയുണ്ട്. മണ്ഡലകാലം, നവരാത്രി, ശിവരാത്രി, പൈങ്കുനി, 10-ാം ഉദയം, വാവ് ഇതൊക്കെ ഇവിടെ കെങ്കേമമായി ആഘോഷിച്ചു പോരുന്നുണ്ട്. ക്ഷേത്രത്തെക്കുറിച്ച് വളരെ ചുരുക്കിയ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. വളരെ വിശദമായി തന്നെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്തു നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ശാസ്താംകോട്ട കായൽ കാണാം. ഐതിഹ്യപ്പെരുമയും ചരിത്രസത്യവും ഇടകലർന്ന ഒരു ക്ഷേത്രം. ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു ചെറിയ വനത്തിലെത്തിയ പ്രതീതിയാണ്. എപ്പോഴും പക്ഷികളുടെ ശബ്ദവും വാനരന്മാർ ഓടി നടക്കുന്നതുമൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള കായലിൻ്റെ അന്തരീക്ഷവും കൂടി ആവുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഈ പ്രദേശത്തിന്. ഇത് കേരളത്തിലെ 5 പ്രധാന ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, ശബരിമല എന്നിവയാണ് മറ്റു 4 ക്ഷേത്രങ്ങൾ. ഇതിൽ അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ എന്നിവയെക്കുറിച്ചിട്ടുള്ള വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്, കാണുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഓരോ ക്ഷേത്രങ്ങളിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പല പ്രത്യേകതകളും കാണുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളും ഭഗവാനെ അവിടെ തൊഴുതു പ്രാർത്ഥിച്ചു. പിന്നീട് തൊട്ടടുത്തുള്ള ശാസ്താംകോട്ട കായലിൻ്റെ കരയിൽ പോയി കുറച്ച് സമയം കാറ്റും കൊണ്ടിരുന്നിട്ടാണ് മടങ്ങിയത്.